എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരികൾക്കും എല്ലാ ഭക്തന്മാർക്കും ഈ ഭഗവാനെ പറ്റി കേൾക്കാനുള്ള താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും നമുക്കറിയാം, നമുക്ക് ഇഷ്ടംപോലെ ദേവിമാർ എല്ലാവരും ഉണ്ട് അല്ലേ. നമുക്ക് അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്, ദേവിയുണ്ട്, വിഷ്ണുവുണ്ട്, കൃഷ്ണനുണ്ട്. അങ്ങനെ ഒരുപാട് 30 ദേവി ദേവന്മാരുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആർക്ക് വേണോ വർഷിപ്പ് ചെയ്യാമെന്നാണ്, പൂജിക്കാം, ആദരിക്കാം, ബഹുമാനിക്കാം. അവരിൽ നിന്ന് നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 30 ദേവി ദേവന്മാരെ നിയമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഗുരുവിന് പ്രണാമ മന്ത്രം സമർപ്പിച്ചോട്ടെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുധപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റും 30 ദേവി ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. ആദ്യമായിട്ട് എനിക്കറിയേണ്ടത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ചെറുതായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കറിയാം, ഈ 30 ദേവി ദേവന്മാരിൽ കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് ത്രിമൂർത്തികൾക്കാണെന്ന് അറിയാം അല്ലേ. ത്രിമൂർത്തികൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ. ഈ ത്രിമൂർത്തികളാണ് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാഗവതം പറയുന്നു ജന്മാദിയസ്യ യതോ അന്യയാത് എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് സാക്ഷാൽ വസുദേവ കൃഷ്ണനാണെന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരല്ലേ ഇത്രയും നാൾ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തിയത്, പിന്നെന്താ ഭാഗവതം അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിക്കും. അപ്പോൾ രണ്ടും ശരിയാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് ഒരു ബ്രഹ്മാണ്ടത്തിനകത്തുള്ള സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്. പക്ഷേ ഒരു ബ്രഹ്മാണ്ടം അല്ല, അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ഈ അനേകം ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നതും ആ ബ്രഹ്മാണ്ടങ്ങളെ നിലനിർത്തുന്നതും ആ ബ്രഹ്മാണ്ടങ്ങളെ പ്രളയത്തിൽപ്പെടുത്തി അനിലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം വസുദേവ കൃഷ്ണനാണ് എന്നാണ് ഭാഗവതം വ്യാസദേവൻ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗർഭോദകശായി വിഷ്ണുവിൻ്റെ നേവലിൽ നിന്ന് വന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവ് ഭൂജാതനായതെന്ന് അറിയാം. അപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് വിഷ്ണു ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ ബ്രഹ്മാവിൻ്റെ പുരികങ്ങൾക്കിടയിലൂടെയാണ് രുദ്രൻ വന്നത് എന്ന് നമുക്കറിയാം. ഒരു രുദ്രൻ വന്നിട്ട് അത് 11 രുദ്രന്മാരായി. അതിലൊരെണ്ണമാണ് ശിവൻ. അപ്പോൾ ശിവൻ വന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ വച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സൃഷ്ടികർത്താവായിട്ട് വിഷ്ണുവിനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഗർഭോദകശായി വിഷ്ണു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വേറെ വിഷ്ണു ഉണ്ടോ എന്നൊരു ചിന്ത വരാം. പേരെ സൃഷ്ടിച്ചത് വിഷ്ണു ആണെന്ന് മനസ്സിലായി. ആ വിഷ്ണുവിനെ ഗർഭോദകശായി വിഷ്ണു എന്നാണ് പറയുന്നത് എന്നും മനസ്സിലായി. ഇപ്പോൾ ഞാൻ പറയുന്നു മറ്റു 2 വിഷ്ണുമാരും കൂടെ ഉണ്ട് എന്ന്. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് കാരണോദകശായി വിഷ്ണു എന്ന് പറയും. അതായത് കാരണക്കടലിൽ കിടക്കുന്ന ശയിക്കുന്ന വിഷ്ണു. ആ വിഷ്ണുവിനെയാണ് മഹാവിഷ്ണു എന്ന് നമ്മൾ പറയുക. ആ മഹാവിഷ്ണു ആണ് കാരണക്കടൽ എന്ന് പറഞ്ഞാലേ അറിയാം എല്ലാത്തിൻ്റെയും കാരണം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ആ വിഷ്ണുവിന് കാരണോദകശായി വിഷ്ണു എന്ന് പേര് വന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, സർവ ബ്രഹ്മാണ്ടങ്ങളും സൃഷ്ടിച്ചത് ഈ കാരണോദകശായി വിഷ്ണുവാണ്. അപ്പോൾ കാരണോദകശായി വിഷ്ണു ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഗർഭോദകശായി വിഷ്ണു ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി മൂന്നാമത്തൊരു വിഷ്ണുവാണ് ക്ഷീരോദകശായി വിഷ്ണു. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പാൽക്കടലിൽ കിടക്കുന്ന വിഷ്ണു എന്ന്. ആ വിഷ്ണുവിൻ്റെ പേരാണ് ക്ഷീരോദകശായി വിഷ്ണു. ആ ക്ഷീരോദകശായി വിഷ്ണുവാണ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ പരമാത്മ സ്വരൂപനായി കുടികൊള്ളുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മനസാക്ഷി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ ക്ഷീരോദകശായി വിഷ്ണു പരമാത്മ സ്വരൂപനായി ഇരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ജോലി ചെയ്യുന്നു എല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതാണ് എന്നിലുമുണ്ട് നിന്നിലുമുണ്ട് എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ക്ഷീരോദകശായി വിഷ്ണുവാണ് പരമാത്മ സ്വരൂപനായി ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 വിഷ്ണുവിനെ പറ്റി കേട്ടു. ഗർഭോദകശായി വിഷ്ണു, കാരണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഈ 3 വിഷ്ണുവിനെയും ആരാണ് സൃഷ്ടിച്ചത്? അപ്പോഴാണ് നമ്മൾ മഹാസംഘർഷണൻ എന്നൊരു വിഷ്ണു രൂപമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മഹാസംഘർഷണൻ ആരാണെന്ന് ചോദിച്ചാൽ, അത് നാരായണ ഫോമിൽ നിന്ന് വന്നതാണ് എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ഈ നാരായണ ഫോം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, അത് മറ്റൊരു സംഘർഷണനിൽ നിന്നാണ് വന്നത് എന്ന് പറയുന്നു. ആ സംഘർഷണൻ എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ ബലരാമനിൽ നിന്നാണ് ആ സംഘർഷണൻ വന്നതെന്ന് പറയും. ഈ ബലറാം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, സാധാരണ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ് സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുക. വേറെ ഒരു ദേവീ ദേവന്മാരെയും നമ്മൾ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് വിളിക്കാറില്ല. ഭഗവാനെ എന്നൊക്കെ വിളിച്ച് നമ്മൾ ശിവനെയൊക്കെ പൂജിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്. പക്ഷേ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് ശിവനെ പോലും അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പോലും അല്ലെങ്കിൽ മുരുകനെയോ അയ്യപ്പനെയോ ഒന്നും നമ്മൾ വിളിക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ് സച്ചിദാനന്ദ വിഗ്രഹൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ, ഇത് 3ഉം കൂടി ചേർന്ന വിഗ്രഹം എന്ന് പറഞ്ഞാൽ രൂപം. ആ രൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സത്ത് എനർജിയിൽ നിന്നാണ് അല്ലെങ്കിൽ സത്ത് ശക്തിയിൽ നിന്നാണ് ഈ ബലറാം ഉണ്ടായത് എന്ന് ഭാഗവതം പറയുന്നു. സത്ത് ശക്തിയിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായ എക്സ്പാൻഷനാണ് ബലറാം. ഈ ബലറാമും കൃഷ്ണനും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെയാണ് ബലറാമും ഉള്ളത്. ഈ ബലറാമിൻ്റെ ജോലി എന്തെന്നാൽ സദാസമയവും ഭഗവാനെ സേവ ചെയ്യുക. ഇതാണ് ബലറാമിൻ്റെ ജോലി. നമ്മൾ ആലോചിച്ചാൽ അറിയാം. ഇപ്പോൾ ശ്രീരാമൻ രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ഭഗവാൻ സ്വയം തന്നെ വന്നിരിക്കുന്നു. ആ ശ്രീരാമചന്ദ്രനെ സേവിക്കാനായിട്ട് ലക്ഷ്മണനായിട്ട് വന്നത് ഈ ബലറാം തന്നെയാണ്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ വന്ന് അവതരിച്ചപ്പോൾ ഭഗവാന്റെ കൂടെ ബലറാം അങ്ങനെ വന്നു. അപ്പോൾ എല്ലാ സമയത്തും ഈ സാക്ഷാൽ ബലറാമാണ് ഭഗവാന്റെ സേവകനായിട്ട്. അതായത് ഇപ്പോൾ അനന്തശേഷൻ്റെ മേൽ ശയിക്കുന്ന വിഷ്ണു എന്ന് കേൾക്കുമ്പോൾ അനന്തനായിട്ട് മാറുന്നതും ഈ ബലറാമാണ്. മാത്രമല്ല ഈ ബലറാമിൽ നിന്നാണ് ആദ്യത്തെ ചതുർവ്യൂഹ എന്ന് അറിയപ്പെടുന്ന സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വസുദേവ ഈ 4 എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വിസ്തരണങ്ങൾ ആവിർഭവിച്ചത്. അപ്പോൾ ഈ 4 വിസ്തരണങ്ങൾ വന്നതിൽ നിന്ന് ആദ്യത്തെ സംഘർഷണനിൽ നിന്നാണ് നാരായണ ഫോം ഉണ്ടായത്. അതായത് വിഷ്ണുവിൻ്റെ നാരായണ ഫോം, 4 ഹാൻഡഡ് ഫോം, 4 കൈകളുള്ള ശംഖ ചക്ര ഗദ പത്മധാരിയായ ശ്രീ നാരായണ രൂപമുണ്ടായത് ഈ ചതുർവ്യൂഹത്തിലെ സംഘർഷണനിൽ നിന്നാണെന്ന് പറയുന്നു.
ഈ നാരായണനിൽ നിന്ന് തന്നെ വീണ്ടും രണ്ടാമത് ഇതേപോലെ ഒരു ചതുർവ്യൂഹം ഉണ്ടാകുന്നുണ്ട്, വിസ്തരിക്കുന്നുണ്ട്. അത് രണ്ടാം ചതുർവ്യൂഹ എന്ന് പറയും. ആ രണ്ടാമത്തെ ചതുർവ്യൂഹയിൽ ഇതേ സെയിം പേര് തന്നെയാണ്, സംഘർഷണ, പ്രദ്യുത്മന, അനിരുദ്ധ, വസുദേവ. പക്ഷേ ഈ രണ്ടാമത്തെ ചതുർവ്യൂഹയിലുള്ള ഈ സംഘർഷണ ഭഗവാനെ, ആ സംഘർഷണ ഭഗവാൻ എല്ലാം വിഷ്ണു രൂപമാണ്, 4 ഹാൻഡഡ് ഫോമാണ്. ആ സംഘർഷണനെ മഹാസംഘർഷണൻ എന്ന് പറയും. ഈ മഹാസംഘർഷണനിൽ നിന്നാണ് ആദ്യത്തെ 3 പുരുഷ അവതാരമായ കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഈ 3 വിഷ്ണുവും ആവിർഭവിച്ചത്. അപ്പോൾ ആദ്യത്തെ പുരുഷ അവതാരമാണ് ഈ 3 വിഷ്ണുമാരും. ആ പുരുഷ അവതാരത്തിന് മുമ്പാണ് വിസ്തരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ വിസ്തരണങ്ങൾ എല്ലാത്തിൻ്റെ ഉറവിടം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹ സ്വരൂപൻ എന്നാണ് ഭാഗവതം സമർത്ഥിക്കുന്നത്. ആ ഭാഗവതത്തെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് സർവ്വകാരണങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാകും. മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് ഗർഭോദകശായി വിഷ്ണുവിൻ്റെ നേവലിൽ നിന്ന് വന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവ് ഭൂജാതനായത്. ആ ബ്രഹ്മാവ് ഭൂജാതനായപ്പോൾ ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ല. ചുറ്റിനും നോക്കിയപ്പോൾ ഒന്നും കാണാനുമില്ല. സ്വയം എന്ത് ചെയ്യണം എന്നും അറിയില്ല. ഇങ്ങനെ ഭൂജാതനാവുകയും ചെയ്തു. എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് തപ് എന്നൊരു സൗണ്ട് കേട്ടത്. ആ തപ് എന്ന് കേട്ടപ്പോൾ തപസ് ചെയ്യൂ എന്ന് പറയുന്നതായി അന്തരാത്മാവിലിരുന്ന് ഭഗവാൻ, ആ പരമാത്മ സ്വരൂപൻ ഇങ്ങനെ ഉണർത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തപസ് ചെയ്തു. 10,000-ഓളം ദേവവർഷം ബ്രഹ്മാവ് തപസ്സിലിരുന്നു. ആ തപസ്സിനൊടുവിൽ ഭഗവാൻ സംപ്രീതനായിക്കൊണ്ട് ഈ ഗർഭോദകശായി വിഷ്ണു തന്നെ പ്രത്യക്ഷനായി ബ്രഹ്മാവിൻ്റെ മുന്നിൽ. എന്നിട്ട് ഭഗവാൻ തേനേ ബ്രഹ്മഹൃദയെ ആദി കവയെ, അതായത് ആദ്യത്തെ ലിവിങ് എൻറ്റിറ്റിയായ, ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ജ്ഞാനം പകർന്നു നൽകി. എന്ത് ജ്ഞാനം? സൃഷ്ടികർമ്മം ചെയ്യാനുള്ള ജ്ഞാനം. അതിനുശേഷമാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം തുടങ്ങിയത്. അപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് വിഷ്ണു ആകയാൽ വിഷ്ണു ചെയ്യുന്ന സൃഷ്ടിയെയാണ് സർഗസൃഷ്ടി എന്ന് അറിയപ്പെടുന്നത്. സർഗസൃഷ്ടി എന്നറിയപ്പെടും. രണ്ടാമത് സൃഷ്ടികർമ്മം തുടങ്ങിയത് കൊണ്ട് ബ്രഹ്മാവ് ചെയ്യുന്നത് വിസർഗ സൃഷ്ടി എന്ന് പറയും. അപ്പോൾ ഈ വിസർഗ സൃഷ്ടിക്ക് ആവശ്യമായ ഘടകപദാർത്ഥങ്ങളെല്ലാം ഭഗവാനാണ് നേരിട്ട് നൽകിയത്. ആ 24 ഘടകങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവിനെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതിന് പരിപ്പ് വേണം, കഷ്ണങ്ങൾ വേണം, വെജിറ്റബിൾസ് വേണം, ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ചേർന്ന് അത് പാകത്തിന് വന്നാൽ മാത്രമേ അത് സാമ്പാറിൻ്റെ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അവിയൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ്, കുറച്ച് ഘടകപദാർത്ഥങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ ബ്രഹ്മാവിനെ നമ്മളെയൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കണം, മൃഗങ്ങളെ സൃഷ്ടിക്കണം, ജീവജാലങ്ങളെ സൃഷ്ടിക്കണം, വൃക്ഷങ്ങളെ സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിക്ക് ആവശ്യമായ ഘടകപദാർത്ഥങ്ങൾ നൽകിയത് ഈ കാരണോദകശായി വിഷ്ണുവും ഗർഭോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവുമാണ്. ഓരോരുത്തരും എന്തൊക്കെ ഘടകപദാർത്ഥങ്ങൾ എപ്രകാരം നൽകി എന്നും ഭാഗവതം വിശദമാക്കുന്നുണ്ട്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കാരണോദകശായ വിഷ്ണു ഒരു ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് അസംഖ്യം ബബിൾസ് മാതിരി ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്. അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുണ്ട്, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഈ ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്തേക്കും ഗർഭോദകശായ വിഷ്ണുവാണ് പ്രവേശിക്കുന്നത്. ഈ ഗർഭോദകശായ വിഷ്ണു പ്രവേശിച്ച് ആ ഗർഭോദകശായ വിഷ്ണുവിൻ്റെ ശരീരത്തു നിന്നും വരുന്ന വേർപ്പ് കണങ്ങളാണ് ഗർഭ ഓഷ്യൻ, അത് രൂപം കൊള്ളുന്നത്. ഗർഭക്കടൽ എന്ന് പറയും. ആ ഗർഭക്കടൽ ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെയും പകുതിയോളം നിറഞ്ഞിരിക്കും. ആ പകുതിയോളം നിറഞ്ഞിരിക്കുന്ന ഗർഭക്കടലിൽ അനന്തശേഷൻ്റെ മേൽ ആണ് ഗർഭോദകശായ വിഷ്ണു ശയിക്കുന്നത്. ഈ അനന്തശേഷൻ സാക്ഷാൽ ബലറാമിൻ്റെ മറ്റൊരു അവതാരമാണ്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ബലറാം സേവകനായിട്ട് കൂടെ ഉണ്ടാവും. നമ്മളെല്ലാം കഥ കേട്ടിട്ടുണ്ട്. വസുദേവ ദേവകി മാതയുടെ 8ാമത്തെ പുത്രനായി കൃഷ്ണൻ അവതരിച്ചപ്പോൾ വന്ന് എടുത്തുകൊണ്ട് യശോദമ്മയുടെ ഗൃഹത്തിൽ എത്തിക്കാനായിട്ട് ഭഗവാൻ അരുളി ചെയ്യുകയും അപ്രകാരം വസുദേവർ കൊട്ടയിൽ ചുമന്ന് യമുനാ നദി കടക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാത്ത പെരുമഴ. കാരണം പ്രകൃതി മൊത്തം സന്തോഷിക്കുകയാണ്.
വരുണദേവൻ സന്തോഷിക്കുകയാണ്, മേഘങ്ങൾ സന്തോഷിക്കുകയാണ്. അങ്ങനെ മേഘങ്ങൾ സന്തോഷം കൊണ്ട് പെയ്തൊഴിയാണ്. ആ പെയ്ത മഴ ആ കൃഷ്ണൻ നനയാതിരിക്കാൻ വേണ്ടി അനന്തശേഷൻ തന്നെ കുടയായി പിടിച്ചു. ഇതെല്ലാം നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഭാഗവതത്തിൽ വിശദമായി വിവരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ നിമിഷവും ഭഗവാനോടൊപ്പം ഒരു സേവകനായിട്ട്, എറ്റേണൽ സെർവൻ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ അതീന്ദ്രിയ ലോകത്തുള്ള അതേ സേവകൻ തന്നെയാണ് ഈ ഭൗതിക ലോകത്ത് കൃഷ്ണൻ വന്ന് അവതരിക്കുമ്പോഴും കൂടെ ഉണ്ടാവുക. അതാണ് ബലറാം. ബലറാം എന്ന് പറഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദ വിഗ്രഹ സ്വരൂപനായ സത്ത് എനർജിയുടെ ഒരു വിസ്തരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബലറാമിന് വരെ സത്ത് എനർജിയിൽ നിന്നേ ഉള്ളൂ. പക്ഷേ സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ, ഇത് മൂന്നും കൂടെയാണ് സാക്ഷാൽ കൃഷ്ണൻ. അപ്പോൾ ആരാണ് സുപ്രീം ആയിട്ടുള്ളത്? മാത്രമല്ല, ഇനി കാരണോദകശായ വിഷ്ണുവിൻ്റെ ശ്വാസത്തിലൂടെ പുറത്തു വരുന്ന ബ്രഹ്മാണ്ടത്തിനുള്ളിലാണ് ഗർഭോദകശായ വിഷ്ണു പ്രവേശിക്കുകയും ആ ഗർഭോദകശായ വിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് വന്ന താമര തണ്ടിൽ വിരിഞ്ഞ ബ്രഹ്മാവ് ഭൂജാതനായതെന്നും നമ്മൾ കണ്ടു. ഈ ബ്രഹ്മാവ് ഇരിക്കുന്ന ആ ലോകത്തിനെ, താമരപ്പൂവിൻ്റെ ഷേപ്പിലുള്ള ആ ലോകത്തിനെ ബ്രഹ്മലോകം അഥവാ സത്യലോകം എന്നാണ് അറിയപ്പെടുക. മാത്രമല്ല, ഈ സത്യലോകത്തിന് താഴേക്ക് 14 ലോകങ്ങളും ഉണ്ട്. ആ 14 ലോകങ്ങളിൽ ഇടയ്ക്ക് വരുന്ന 8ാമത് വരുന്നതാണ് നമ്മുടെ ഭൂമി ഉൾക്കൊള്ളുന്ന ഭൂലോകം. ആ ഭൂലോകത്തിന് താഴെ 7 അധോലോക പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. ലോവർ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറയും. അതായത് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, പാതാളം, മഹാതലം, അങ്ങനെ പാതാളം വരെയുള്ള 7 ലോകങ്ങളും. ഭൂലോകത്തിന് മീതെ ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം, അങ്ങനെ 7 പ്ലാനറ്ററി സിസ്റ്റം. മൊത്തം ഈ 14 ലോകങ്ങൾ. ഈ 14 ലോകങ്ങളും സൃഷ്ടിച്ചത് ഗർഭോദകശായി വിഷ്ണുവാണ്. ഈ 14 ലോകങ്ങളെയും താങ്ങി നിർത്തുന്നതും ഗർഭോദകശായി വിഷ്ണുവാണ്. അപ്പോൾ ആ 17 ലോകങ്ങളിൽ ഒരു ലോകമാണ് ഭൂലോകം എന്നറിയപ്പെടുക. ആ ഭൂലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി മാത്രമല്ല, നമ്മൾ സോളാർ സിസ്റ്റം എല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലുള്ള അസംഖ്യം ഗ്രഹങ്ങളൊക്കെ ചേർന്നതാണ് ഭൂലോകം എന്ന് പറയുന്നത്. ഈ ഭൂലോകത്തിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തന്നത്, വിശദമായി വിവരിച്ചിരിക്കുന്നത് 5ാമത്തെ ഭാഗവതത്തിൻ്റെ സ്കന്ധത്തിലാണ്. 5ാമത്തെ സ്കന്ധത്തിലാണ് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഭൂലോകത്തെ പറ്റി, ഈ ഭൂലോകത്തിൻ്റെ ഘടനയെ പറ്റി. അതെല്ലാം വിശദമായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഭൂമി, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നമ്മുടെ 28 നാളുകൾ, ഈ നക്ഷത്രങ്ങളൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്, ഏത് ഷേപ്പിലാണ് നിൽക്കുന്നത്, എത്ര യോജന ഡിസ്റ്റൻസിലാണ് അവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം വിശദമായിട്ട് 5ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് വരെ ശാസ്ത്രം അതൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മോഡേൺ സയൻസിന് ഇതൊന്നും മനസ്സിലാക്കാനേ സാധിച്ചിട്ടില്ല. അവർ പറയുന്നു പ്ലൂട്ടോ ഉണ്ട്, വ്യാഴമുണ്ട്, യുറാനസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങുന്നത് ആരുടെ ശക്തിയാലാണ് എന്ന് അവർക്കറിയില്ല. അവസാനം അവർ കണ്ടുപിടിച്ചു ബിഗ് ബാങ് തിയറിയൊക്കെ. ആ തിയറി കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്നു അൺനോൺ പാർട്ടിക്കിൾ ഉണ്ട്, അത് ഗോഡ്സ് ഓൺ പാർട്ടിക്കിൾ ആകാം എന്നവർ തീരുമാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്. എപ്പോഴാണോ ഭഗവാൻ വിഷ്ണു, കാരണോദകശായി വിഷ്ണു ആ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്, അപ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ശ്വാസം പുറത്തേക്ക് വിടുകയും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്ന ആ ഒരു കാലയളവിലാണ് നമ്മൾ അധിവസിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ഈ വലിയ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്ത് ഈ 7 പ്ലാനറ്ററി സിസ്റ്റം, 14 പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടെന്ന് കണ്ടു. അതിൽ സ്വർഗലോകം എവിടെയായിരിക്കുന്നതെന്ന് നോക്കാം. താഴേന്ന് എണ്ണിയാൽ 8ാമത് വരുന്ന ഭൂലോകത്തിലെ ഭൂമിക്ക് ഉപരിയായിട്ട്, ഭൂലോകത്തിന് ഉപരിയായിട്ട് ഭുവർലോകം എന്നൊരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. ഈ ഭുവർലോകത്തിലാണ് ഗന്ധർവന്മാർ, അപ്സരസുകൾ, കിന്നരന്മാർ, സിദ്ധന്മാർ, ചരണന്മാർ, അങ്ങനെയുള്ള എല്ലാ ഓസ്പീഷ്യസ് ആയിട്ടുള്ള, അതായത് ദേവതാ ദേവിമാർക്ക് കുറച്ച് താഴെ വിലയുള്ള അല്ലെങ്കിൽ നിലനിൽപ്പുള്ള ശക്തിവിശേഷമുള്ള ഈ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ അധിവസിക്കുന്നത് ഭുവർലോകത്തിലാണ്. ഈ ഭുവർലോകത്തിൻ്റെ അടിഭാഗത്ത് തന്നെയാണ്
ഭൂതപ്രേത പിശാചുക്കളും അധിവസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അധിവസിക്കുന്ന സ്ഥാനത്തിനെയാണ് ഭൂവർലോകം എന്ന് പറയുക. ഈ ഭൂവർലോകത്തിനും ഉപരിയായിട്ടാണ് സ്വർഗലോകം സ്ഥിതി ചെയ്യുന്നത്. ആ സ്വർഗലോകത്താണ് നമ്മൾ ഈ കാണുന്ന 33 കോടി ദേവീ ദേവന്മാരുടെയും വാസസ്ഥലം. ഇപ്പോൾ ഭൂമി മനുഷ്യരുടെ വാസസ്ഥാനം എന്ന് പറയുന്നത് പോലെ സ്വർഗലോകം ദേവീ ദേവന്മാർക്കുള്ള വാസസ്ഥലമാണ്. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല. ആ സ്വർഗലോകത്തിന് ഉപരിയായിട്ട് മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്നിങ്ങനെ 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. അതിനും അപ്പുറത്താണ് ഈ വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ വൈകുണ്ഠ ലോകത്താണ് വിഷ്ണു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്തിരിക്കുന്ന 33 കോടി ദേവീ ദേവന്മാരാണോ വലുത് അല്ലെങ്കിൽ സ്ഥാനമുള്ളത്, അതോ അതിനും വെളിയിൽ പോകാൻ സാധിക്കുന്ന അതിനും അപ്പുറമുള്ള അതീന്ദ്ര ലോക ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിനും അപ്പുറമാണ് വൈകുണ്ഠ ലോകം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് സംശയം വരും, അപ്പോൾ ഈ അപ്പുറം എന്ന് പറയുമ്പോൾ ഈ വൈകുണ്ഠ ലോകം എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ മുട്ടകൾ പോലെ എന്ന് നമ്മൾ വിചാരിക്കണം. മുട്ടകൾ ഈ പാൽക്കടലിൽ അല്ലെങ്കിൽ കാരണക്കടലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായിട്ട് വിചാരിക്കണം. കാരണക്കടൽ എന്ന് പറയുമ്പോൾ കാരണോദകശായി വിഷ്ണു ശയിക്കുന്ന കാരണ ഓഷ്യൻ. കാരണക്കടലിൽ ഈ ബ്രഹ്മാണ്ടത്തോട് ചേർന്ന് വരുന്ന ഭാഗത്തിനെ വിരജ നദി എന്നാ പറയുക. ഈ വിരജ നദിയാണ് ഓരോ ബ്രഹ്മാണ്ടത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ആ വിരജ നദിയിലാണ് ബ്രഹ്മാണ്ടങ്ങൾ കുറേ പൊങ്ങിക്കിടക്കുന്നത്. ഈ വിരജ റിവറിനും അപ്പുറമാണ് കാരണക്കടൽ കിടക്കുന്നത്. ഈ കാരണക്കടലിനും അപ്പുറമാണ് സാക്ഷാൽ വൈകുണ്ഠ ലോകം. ഈ വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം ചേർന്നതിൻ്റെ 4 ഇരട്ടിയുണ്ട് ആ ബ്രഹ്മാണ്ടം എന്നാണ്, ആ വൈകുണ്ഠ ലോകം എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് 4ൽ 1 ഭാഗമേ ഈ കാണുന്ന കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുള്ളൂ എന്നാ പറയുന്നത്. ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളിലെല്ലാം നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട്, നമ്മളെപ്പോലത്തെ അല്ലാത്ത ജീവാത്മാക്കളുണ്ട്. കാരണം ഇപ്പോൾ മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്ന ചൊവ്വയിലെ ആൾക്കാരുണ്ടോ, ബുധനിലെ ആൾക്കാരുണ്ടോ, സൂര്യനിലെ ആൾക്കാരുണ്ടോ, ഇങ്ങനെ സംശയിക്കുകയാണ് അവർ. പക്ഷെ നമ്മുടെ ഭാഗവതം പറയുന്നു എല്ലാ പ്ലാനറ്ററി സിസ്റ്റത്തിലും എല്ലാ ഗ്രഹങ്ങളിലും ജീവജാലങ്ങളുണ്ട്. അതെങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കടലിലെ ഉപ്പുവെള്ളത്തിൽ മനുഷ്യരെ കൊണ്ടിട്ടാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ചത്തുപോകും. നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരം ആ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ളതല്ല. എന്ന് വെച്ചിട്ട് കടൽ വെള്ളത്തിൽ ജീവികളില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കടൽ വെള്ളത്തിലും നിറയെ ജീവികളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അവയ്ക്ക് ഉപ്പുവെള്ളത്തിൽ ജീവിക്കാനുള്ള സവിശേഷതയുള്ള ശരീരമുണ്ട്. അതുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നു. നമ്മൾക്ക് കരയിൽ ജീവിക്കാനുള്ള ശരീര സവിശേഷതയേ ഉള്ളൂ. അതുപോലെ സൂര്യഭഗവാനിൽ കത്തി ഉരുകി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ സൂര്യദേവനിൽ ആ അഗ്നിദേവനെ പ്രതിനിധീകരിക്കുന്ന ആ ഗോളത്തിൻ്റെ അകത്തും അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ അതിജീവിക്കാൻ ശേഷിയുള്ള ജീവാത്മാക്കളുണ്ട്. അവരുടെ ശരീരം ചിലപ്പോൾ നമ്മുടെ ശരീരം പോലത്തെ ആയിരിക്കില്ല. കാരണം നമ്മുടെ ശരീരം ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ്. അപ്പോൾ സൂര്യദേവൻ്റെ അകത്തും ജീവജാലങ്ങളുണ്ട്. അതുപോലെ ചന്ദ്രദേവൻ്റെ പ്ലാനറ്ററി സിസ്റ്റത്തിലും ജീവജാലങ്ങളുണ്ട്. ഇതുപോലെ മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം എല്ലാ ലോകത്തും ജീവജാലങ്ങളുണ്ട്. അങ്ങനെ നോക്കണമെങ്കിൽ നമ്മുടെ പ്ലാനറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ ജീവജാലങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഭാഗവതം പറയുന്നു 84 ലക്ഷം ജീവരാശികളുണ്ടെന്നാണ് പറയണത്. അതായത് 84 ലക്ഷം ടൈപ്പ് വെറൈറ്റി ജീവജാലങ്ങളുണ്ടെന്ന്. അപ്പോൾ മനുഷ്യർ മാത്രമായിട്ടാണെങ്കിൽ 4 ലക്ഷത്തിൽ പരം വരും എന്നാണ് പറയണേ. മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ ദേവന്മാരുൾപ്പെടും, അസുരന്മാരുൾപ്പെടും, ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലുള്ള ഈ 2 ഹാൻഡഡ് ഫോമുള്ള ആൾക്കാരെല്ലാവരെയുമാണ് മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ തന്നെ 4 ലക്ഷം സ്പീഷീസ് ഉണ്ടെന്നാണ്, ഡിഫറെൻറ്റ് വെറൈറ്റി. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെ മുഖവും ശരീരത്തിൻ്റെ ഷേപ്പും ഒക്കെ ഒരേപോലെ ഇരിക്കും. അതേപോലെ അല്ല റഷ്യക്കാരുടെ ശരീരഘടന. നമ്മൾ നോക്കിയാൽ അറിയാം, റഷ്യക്കാരുടെ മുഖത്ത് നല്ല വെളുത്തിട്ടാണെങ്കിൽ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ കുരുകുരാന്ന് ചുമന്ന ഡോട്ട് വീണ പോലെ ഇരിക്കും റഷ്യക്കാരുടെ. എന്നാൽ അതിനേക്കാളും ഡിഫറെൻ്റ് ആണ് ആഫ്രിക്കക്കാരുടെ ശരീരഘടന. ഇങ്ങനെ എണ്ണി നോക്കിയാൽ 4 ലക്ഷത്തിൽ പരം ഡിഫറെൻ്റ് വെറൈറ്റീസ് മനുഷ്യന്മാരുണ്ടെന്നാണ് പറയണേ.
അതുപോലെ ജലജീവികൾ 9 ലക്ഷത്തിൽ പരം ജലജീവികൾ ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ 84 ലക്ഷത്തിൽ പരം വെറൈറ്റീസ് ഉള്ള ജീവജാലങ്ങളാണ് ഈ ബ്രഹ്മാണ്ടങ്ങളിലെ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് പറയുന്നു. ഭാഗവതത്തെ നമുക്ക് അമലപുരാണം എന്നാണ് പറയുക. കാരണം അമലപുരാണം എന്ന് പറഞ്ഞാൽ അതിൽ ഭൗതിക മാലിന്യങ്ങളൊന്നും തീണ്ടിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഭാഗവതത്തിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന്. ശരിക്കും പറഞ്ഞാൽ വ്യാസദേവൻ ഈ 4 വേദങ്ങളെല്ലാം രചിച്ചു. ആദ്യം വേദം ഒന്നായിട്ടാണ് ഇരുന്നത്. ആ ഒന്നായിട്ടിരുന്ന വേദത്തിനെ 4 വേദങ്ങളായി തിരിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ കലിയുഗത്തിലെ ആൾക്കാർക്ക് വേദങ്ങൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വേദങ്ങൾ സത്യലോകത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ സത്യയുഗത്തിൽ ജീവിച്ചിരുന്നവർക്കും ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്നവർക്കും വളരെ ബുദ്ധിയും ശക്തിയും ആരോഗ്യവും ആയുസ്സും ഒക്കെ കൂടുതലുണ്ടായിരുന്നു. അവർക്ക് ഒറ്റ വേദം ഇങ്ങനെ ശ്ലോകരൂപേണ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കുവാനും സാധിച്ചിരുന്നു. പക്ഷെ കലിയുഗം വന്നപ്പോൾ മനുഷ്യരുടെ ആയുസ് വളരെയധികം കുറഞ്ഞു. ആയുസ് മാത്രമല്ല, ബുദ്ധി കുറഞ്ഞു, ഭാഗ്യം കുറഞ്ഞു, ശരീരത്തിൻ്റെ വലിപ്പം കുറഞ്ഞു. ഇതെല്ലാം വളരെ താഴ്ന്ന ലെവലിലേക്ക് വന്നു. അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ശാസ്ത്രം ഭാഗവതം പറയുന്നത് സത്യയുഗത്തിലെ ആൾക്കാർക്ക് 1,00,000 വർഷം ആയുസ് ഉണ്ടായിരുന്നു എന്നാണ്. 1,00,000 വർഷം ജീവിച്ചിരുന്ന അവർക്ക് 80,000 വർഷത്തോളം യോഗ ചെയ്യാൻ പറ്റുമായിരുന്നു. അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ അഷ്ടാംഗ യോഗ വിവരിച്ചിരിക്കുന്നത് വേദങ്ങളിലെ ഉപാസന കാണ്ഡോയിലാണ്. അത് ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ആയുസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. സത്യയുഗത്തിലെ ആൾക്കാർക്ക് 1,00,000 വർഷം ആയുസ് ഉണ്ടായിരുന്നു. ആ 1,00,000 വർഷം ആയുസ്സിൽ നിന്ന് ഒരു 0 കട്ട് ചെയ്ത് ബാക്കിയുള്ള ആയുസ്സാണ് ത്രേതായുഗത്തിലെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 1,00,000 നിന്ന് ഒരു 0 കട്ട് ചെയ്താൽ 10,000 വർഷം ആയുസ്സാണ് ത്രേതായുഗത്തിലെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ദ്വാപരയുഗം വന്നപ്പോഴേക്കും വീണ്ടും ഒരു 0 കട്ട് ചെയ്താൽ 1000 വർഷമായി ചുരുങ്ങി. അപ്പോൾ ദ്വാപരയുഗത്തിലെ ആൾക്കാർക്ക് വെറും 1000 വർഷമേ ആയുസ് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് കലിയുഗം വന്നപ്പോൾ കലിയുഗത്തിലെ ഒരു 0 കട്ട് ചെയ്ത് മനുഷ്യർക്ക് വെറും 100 വയസ്സ് മാത്രമേ ആയുസുള്ളൂ. നമുക്കറിയാം, ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നവർ 100 വയസ്സ് വരെ എത്തുന്നത് വളരെ കുറവ് ആൾക്കാരാണ്. 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നത് വളരെ സംശയമുള്ള കാര്യമാണ്. ഈ കലിയുഗം ഇങ്ങനെ പോകെ അതായത് കലിയുഗം തുടങ്ങിയിട്ട് ഒരു 5,000-6,000 വർഷമേ ആയിട്ടുള്ളൂ. കലിയുഗം യഥാർത്ഥത്തിൽ 4,32,000 വർഷമുണ്ട്. ഈ 4,32,000 വർഷത്തിൽ വെറും 5,000-6,000 വർഷമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഇനിയും വർഷങ്ങൾ കിടപ്പുണ്ട് യുഗം അവസാനിക്കാൻ, അല്ലെങ്കിൽ പ്രളയം നടക്കാൻ. ഉടനെയൊന്നും പ്രളയവും ലോകാവസാനവും ഒന്നും ഉണ്ടാവില്ല. 4,32,000 വർഷം കഴിയണം. അപ്പോൾ അതിന് അവസാനമാണ് കൽക്കി അവതാരം വരിക. അപ്പോഴാണ് എല്ലാം തച്ചുടയ്ക്കുന്നത്. കാരണം അത്രത്തോളം അധർമ്മം തഴച്ചു വളരും. അതുകൊണ്ടാണ് ഇപ്പോൾ പാപികൾക്കാണ് എല്ലായിടത്തും സ്ഥാനം. പാപികളാണ്, അധർമ്മമാണ് ഇപ്പോൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. സത്യം, നീതി, ദയ, ശുചിത്വം ഇവയെല്ലാം വളരെ കുറവാണ് കലിയുഗത്തിൽ. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ കുറവ് വന്ന, ഭാഗ്യം കെട്ട, ആയുസ് കുറഞ്ഞ, ബുദ്ധി കുറഞ്ഞ കലിയുഗത്തിലെ ആൾക്കാർക്ക് വ്യാസദേവൻ വിചാരിച്ചു ഈ വേദമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരുടെ ഘടന അനുസരിച്ച് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിനെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4 വേദമായി വിഭജിച്ചു. അപ്പോൾ അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഏത് വേദത്തെ വേണമെങ്കിലും സ്വീകരിക്കാം. അത് അങ്ങനെയെങ്കിൽ അവർ സ്വീകരിച്ചിട്ട് സകർമ്മം ചെയ്ത് മോക്ഷം നേടട്ടെ എന്ന് വ്യാസദേവൻ വിചാരിച്ചു. അപ്പോൾ വേദങ്ങളിലൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ നമ്മൾ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് സാരം. അതായത് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം പാലിക്കുക, ആ ധർമ്മം പാലിച്ച് അർത്ഥം നേടുക. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, പൈസ ഉണ്ടാക്കുക. അത് വെച്ചിട്ട് കാമ എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ അവർ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുക. ഇപ്പോൾ വലിയ വീട് വേണം, വിവാഹം നടത്തണം, ജോലി വേണം, കുട്ടികൾ ഉണ്ടാകണം, നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, ഇങ്ങനെയുള്ള പല പല ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തിട്ട് പിന്നെ അവർ മോക്ഷത്തിലേക്ക് തിരിയണമെന്നാണ് പറയുക. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം
ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജീവിക്കണം എന്നാണ് പറയുക. 25 വയസ്സുവരെ ബ്രഹ്മചര്യം പാലിക്കുക, ആ പാലിക്കുന്ന സമയത്ത് ധർമ്മം പാലിക്കുക. ആ ധർമ്മം പാലിച്ചു കഴിഞ്ഞാൽ 25 വയസ്സ് കഴിയുമ്പോൾ അർത്ഥം നേടാൻ സാധിക്കും. അർത്ഥം നേടിക്കഴിഞ്ഞാൽ ഒരു 50 വയസ്സുവരെ ഗൃഹഭരണം അല്ലെങ്കിൽ ഗൃഹസ്ഥനായി ജീവിക്കാം. ഗാർഹസ്ഥ്യം നോക്കണം. ആ ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ വാനപ്രസ്ഥത്തെ പറ്റി ചിന്തിക്കണം. വാനപ്രസ്ഥത്തിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയിട്ട് തപസ്സിനായി ശ്രമിക്കണമെന്നാ പറയുക. അത് കഴിയുമ്പോൾ സന്യാസം സ്വീകരിക്കണം. 25 വർഷം വാനപ്രസ്ഥത്തിലൂടെ സന്യാസം പ്രാക്ടീസ് ചെയ്ത് പിന്നെ 25 വർഷം സന്യാസം സ്വീകരിച്ച് മോക്ഷഗതി അടയണം. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. ഈ ജീവിക്കുന്ന പ്രക്രിയയാണ് സകർമ്മം എന്ന് പറയുക. ഭഗവത്ഗീതയിൽ ഈ കർമ്മങ്ങളെ പറ്റി വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. സകർമ്മം എന്താണ്, വികർമ്മം എന്താണ്, അകർമ്മം എന്താണ് എന്നൊക്കെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരെല്ലാം ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരെയും എല്ലാവരും വേദം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെ അവർ ജീവിക്കുകയും മോക്ഷം അടയുകയും ചെയ്തിരുന്നു. എന്നാൽ കലിയുഗം വന്നപ്പോൾ ആർക്കും തന്നെ ധർമ്മം എന്താണെന്ന് അറിയാതെ പോയി. ധർമ്മം അറിയാത്തത് കൊണ്ട് തന്നെ അവരത് പാലിക്കാനും തയ്യാറാകുന്നില്ല. പക്ഷെ അവർക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നറിയാം. അതാണ് അർത്ഥ. രണ്ടാമത്തെ പുരുഷാർത്ഥമായ അർത്ഥം അറിയാം. എങ്ങനെയും പൈസ ഉണ്ടാക്കണം. ഹാർഡ് വർക്ക് എടുത്ത്, ഓവർ ടൈം ചെയ്ത്, കൂലിപ്പണി എടുത്ത്, അല്ലെങ്കിൽ വലിയ ജോലി നോക്കി ഒക്കെ അവർ പൈസ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കാമ എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ ഡിസയർ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. ഈ 2 കാര്യത്തിൽ മാത്രം കലിയുഗത്തിലെ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയും പൈസ ഉണ്ടാക്കുക, എങ്ങനെയും അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ 2 വിചാരം മാത്രമേ ഈ കലിയുഗത്തിലെ ആൾക്കാർക്കുള്ളൂ. അങ്ങനെ വന്നപ്പോൾ വ്യാസദേവൻ ഈ വേദങ്ങളെല്ലാം 4ആക്കി. പിന്നെ ആ 4 വേദങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ് ഉപനിഷത്തുകളിൽ ആക്കി വെച്ചത്. ഈ ഉപനിഷത്തുകളെല്ലാം രചിച്ചു വെച്ചു. എന്നിട്ടും മതിയാവാത്തത് കൊണ്ട് ബുദ്ധി കുറഞ്ഞവർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ ഇതിഹാസങ്ങൾ രചിച്ചു. ഇതെല്ലാം രചിച്ചിട്ടും വ്യാസദേവന് എന്തോ ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു പരിപൂർണത തോന്നുന്നില്ല, അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നില്ല. ഞാൻ ഇതെല്ലാം മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് രചിച്ചു, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് തൃപ്തി വരാത്തതെന്ന്. അപ്പോൾ വേദങ്ങൾ ഇത്രയും ആക്കി വെച്ചിട്ടും ഉപനിഷത്തുകൾ ഇത്രയും പഠിച്ചാലും ഈ ഇതിഹാസങ്ങളിലൂടെ പോയാലും ഒന്നും വ്യാസദേവൻ, അത് എഴുതിയ വ്യാസദേവന് സന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ അതനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് പരിപൂർണ സന്തോഷം ലഭിക്കുമോ? അതൊരു സംശയമുള്ള കാര്യമല്ലേ. അപ്പോൾ വ്യാസദേവൻ വിചാരിച്ചു, എല്ലാവർക്കും പെർമനൻ്റ് ഹാപ്പിനെസ് ലഭിക്കാൻ അല്ലെങ്കിൽ പരിപൂർണ സന്തോഷം ലഭിക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് വിചാരിച്ചിട്ട് സരസ്വതി നദീ തീരത്ത് പോയി മഹാവിഷ്ണുവിനെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വിഷ്ണുവിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നേരത്ത് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷനായി. നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ വ്യാസദേവ, അങ്ങ് എന്താണ് വിഷാദഗ്രസ്തനായി ഇരിക്കുന്നത്? അങ്ങാണല്ലോ മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് ഒന്നായി ഇരുന്ന വേദത്തിനെ 4ആയി തിരിച്ചത്. ആ വേദങ്ങളിലൂടെ ജീവിച്ചാൽ മനുഷ്യർക്ക് മോക്ഷം നേടാമല്ലോ. മാത്രമല്ല താങ്കൾ ഉപനിഷത്തുകളും രചിച്ചല്ലോ, അതിനുപരിയായി ഇതിഹാസങ്ങളും രചിച്ചല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങേക്ക് തൃപ്തിയില്ലാത്തത്, സന്തോഷമില്ലാത്തത് എന്ന് നാരദ മഹർഷി ചോദിക്കുന്നു. അപ്പോൾ വ്യാസദേവൻ പറയാണ്, അല്ലയോ ത്രികാലജ്ഞാനിയായ മഹാമുനെ, നാരദ മഹർഷി ത്രികാലജ്ഞാനിയാണ്. ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം നന്നായിട്ട് മനസ്സിലാകുന്ന ആളാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് തീർച്ചയായിട്ടും എൻ്റെ മനപ്രയാസത്തിൻ്റെ കാരണം എന്തെന്ന് വ്യക്തമാക്കാൻ സാധിക്കും. മാത്രമല്ല അങ്ങ് സാക്ഷാൽ ബ്രഹ്മദേവൻ്റെ ശിഷ്യനുമാണല്ലോ. ബ്രഹ്മദേവനിൽ നിന്ന് കിട്ടിയ ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ അത് എനിക്കൂടെ പകർന്നു തന്നാൽ ഞാനത് മാനവരാശിയുടെ നന്മയ്ക്കായി പകർന്നു നൽകാമല്ലോ എന്നും വ്യാസദേവൻ പറയുന്നുണ്ട്. അന്നേരമാണ് ശ്രീ നാരദ മഹർഷി പറയുന്നത്, വ്യാസദേവ, താങ്കൾ ചിന്തിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ്. ഞാൻ ബ്രഹ്മദേവനിൽ നിന്നും മനസ്സിലാക്കിയ യഥാർത്ഥ സത്യം ഞാൻ താങ്കൾക്കായി വിവരിച്ചു തരാം. അതായത് നാരദ മഹർഷിയും വിചാരിച്ചു ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മദേവനാണ്. ഈ ബ്രഹ്മദേവൻ അപ്പോൾ എത്രയോ സുപ്രീമാണ് എന്ന് ഞാനും വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ബ്രഹ്മദേവനോട് നേരിട്ട് നാരദ മഹർഷി ചോദിച്ചു, അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് എങ്ങനെയാണ് ഈ സൃഷ്ടികർമ്മങ്ങളെല്ലാം നടത്തിയത്? ഇതെല്ലാം ചെയ്യാൻ തക്ക ശക്തി അങ്ങേക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങാണല്ലോ ഏറ്റവും വലിയ ശക്തിമാൻ, അല്ലെങ്കിൽ മഹത്തായത്, ബൃഹത്തായത് എന്നല്ല നാരദ മഹർഷി ഗ്ലോറിഫൈ ചെയ്യുന്നു ബ്രഹ്മാവിനെ.
അപ്പോഴാണ് ബ്രഹ്മാവ് പറയുന്നത്, അല്ലയോ പുത്ര, അല്ലയോ മഹർഷേ, നാരദ മഹർഷേ, ഞാനല്ല ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. സാക്ഷാൽ പരമ്പൊരുളായ ആ വിഷ്ണുവാണ് എന്നെ ഉൾപ്പെടെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പോകുന്നത് സാക്ഷാൽ വിഷ്ണുവിനാണ്. ഇനി ഞാൻ നിനക്ക് ആ ജ്ഞാനം ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ആ ജ്ഞാനം, അതായത് തേനെ ബ്രഹ്മഹൃദയെ ആദി കവയെ എന്ന് പറഞ്ഞ ജ്ഞാനം നാരദ മഹർഷിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ച് നൽകി. അതേ ജ്ഞാനം ഇപ്പോൾ വ്യാസദേവന് നാരദ മഹർഷി ഉപദേശിച്ച് നൽകുന്നു. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു നൽകപ്പെട്ട യഥാർത്ഥ ജ്ഞാനമാണ് നമ്മളിലേക്ക് എത്തേണ്ടത് എന്ന് സാരം. അതായത് ഇന്ന് കാണുന്ന ഒരുപാട് ആൾക്കാർ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വിവരിക്കുന്നുണ്ട്, വിസ്തരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ആ യഥാർത്ഥ അർത്ഥം അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സുപ്രീമസി ആർക്കും മനസ്സിലാവാത്തത്. സർവകാരണനായ ആ സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ബ്രഹ്മാവ് നേരിട്ട് കാണുകയാണ്. എപ്പോ? ഈ തേനെ ബ്രഹ്മഹൃദയെ ആദി കവയെ എന്ന് പറഞ്ഞ് ജ്ഞാനം ഉപദേശിച്ച സമയത്ത് മഹാവിഷ്ണു വൈകുണ്ഠ ലോകം ഉൾപ്പെടെ, അയോധ്യധാം ഉൾപ്പെടെ, സാക്ഷാൽ ഭഗവാന്റെ ഗോലോക വൃന്ദാവനം ഉൾപ്പെടെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ധാമം ഉൾപ്പെടെ ഒക്കെ കാണിച്ചു കൊടുക്കാണ്. ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ബ്രഹ്മാവ് അതെല്ലാം കാണുകയാണ്. കണ്ടിട്ട് ബ്രഹ്മാവ് എഴുതി വെച്ച ഒരു ബൃഹത് ഗ്രന്ഥമുണ്ട്, ബ്രഹ്മസംഹിത എന്ന് പറയും. ആ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നത്, ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിറാദിർ ഗോവിന്ദ സർവകാരണം. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണക്കാരനായ ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായ ആ ഗോവിന്ദന് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവ് ബ്രഹ്മസംഹിത എഴുതിയത്. ആ ബ്രഹ്മസംഹിത പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാത്തിൻ്റെയും കാരണക്കാരനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്, സച്ചിദാനന്ദ സ്വരൂപനായ കൃഷ്ണനാണ് എല്ലാ ദേവീ ദേവന്മാരുടെയും അധിപൻ എന്ന് നമുക്ക് മനസ്സിലാവും. ദേവീ ദേവന്മാര് സ്വർഗലോകത്ത് മാത്രമാണുള്ളത്. അതിൻ്റെ അപ്പുറത്ത് പിന്നെയും ജനലോകം, തപലോകം, സത്യലോകം എന്ന് പറഞ്ഞ് 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്, മഹർലോകം ഉൾപ്പെടെ. ആ ലോകങ്ങളെയും സൃഷ്ടിച്ചത് സാക്ഷാൽ വിഷ്ണുവാണ് എന്ന് അറിയുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സുപ്രീമസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഈ വേദങ്ങളിലൂടെ 33 കോടി ദേവി ദേവന്മാരെയും പ്രീതിപ്പെടുത്തുന്നത് എപ്രകാരമാണ് എന്നാണ് വ്യാസദേവൻ എഴുതി വെച്ചത്. അതായത് വേദങ്ങളെ മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഉപാസനാകാണ്ഡം എന്നാണ് ആ ക്ലാസിഫിക്കേഷൻ്റെ പേര്. അപ്പോൾ ആദ്യത്തെ മൊത്തത്തിലുള്ള വേദങ്ങളുടെ, ഇപ്പം 4 വേദം എടുത്താലും അതിൻ്റെ 90% കർമ്മകാണ്ഡം എന്ന ഭാഗമാണ് വിവരിച്ചിരിക്കുന്നത്. കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 33 കോടി ദേവി ദേവന്മാരിൽ ആരെയെങ്കിലും പ്രീതിപ്പെടുത്തി അവരെ വർഷിപ്പ് ചെയ്ത് അവരിൽ നിന്ന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തിയാൽ നല്ല ജോലി കിട്ടും, സൂര്യദേവനെ പ്രീതിപ്പെടുത്തിയാൽ നല്ല ആരോഗ്യം കിട്ടും. അങ്ങനെ ഓരോ ദേവന്മാരെയും നമ്മൾ പ്രീതിപ്പെടുത്തി ഓരോ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ആ കർമ്മകാണ്ഡയിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ വേദങ്ങളുടെ മെയിൻ ഉദ്ദേശം എങ്ങനെയെങ്കിലും ദേവി ദേവന്മാരെ പ്രീതിപ്പെടുത്തി മാനവരാശി സന്തോഷവും സംതൃപ്തിയും അനുഭവിച്ച് സമ്പന്നതയിൽ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കർമ്മകാണ്ഡം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ 90% വേദങ്ങളുടെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 10%-ൻ്റെ 7% മാത്രമാണ് ജ്ഞാനകാണ്ഡം വിവരിച്ചിരിക്കുന്നത്. ജ്ഞാനകാണ്ഡം എന്ന് പറഞ്ഞാൽ ഈ 33 കോടി ദേവി ദേവന്മാരെയും പ്രീതിപ്പെടുത്തി നമുക്ക് ഓരോന്ന് നേടിക്കിട്ടും. പക്ഷേ അതിനും അപ്പുറത്ത് ഒരു ശക്തി വിശേഷമുണ്ടോ? ഈ 33 കോടി ദേവി ദേവന്മാരെക്കാളും സുപ്രീമായിട്ടുള്ള ഒരു ശക്തി വിശേഷമുണ്ടോ എന്നൊരു അന്വേഷണം വരുമ്പോൾ അവിടെയാണ് ഈ ഭഗവാന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. ആ ജ്ഞാനികൾ മനസ്സിലാക്കുന്നു, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ഐ ആം പെർവേഡിങ് എവരിവെയർ ബട്ട് ഐ ഹാവ് നോ ഫോം. അതായത് സർവവ്യാപിയായി ഇരിക്കുന്ന ഈശ്വരനെ, കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, സർവവ്യാപിയായി ഇരിക്കുന്ന ആ ഈശ്വര സ്വരൂപനെ ജ്ഞാനികൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് കർമ്മികളെക്കാൾ ബുദ്ധി കൂടിയ ആൾക്കാരാണ് ജ്ഞാനകാണ്ഡം ഫോളോ ചെയ്യുന്നത്, ജ്ഞാനികളാകുന്നത്. ആ ജ്ഞാനികൾ മനസ്സിലാക്കുന്നത് സർവം വ്യാപിച്ചിരിക്കുന്ന ആ ഈശ്വരനെയാണ് ബ്രഹ്മൻ റിയലൈസേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ പരബ്രഹ്മമായിട്ട് അവർ മനസ്സിലാക്കും. ഈ പരബ്രഹ്മത്തെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ജ്ഞാനികൾ
സായൂജ്യം അടയും, അല്ലെങ്കിൽ സായൂജ്യ മുക്തി അടയും, കൈവല്യ മോക്ഷം എന്നൊക്കെ പറയും. അത് ആ ബ്രഹ്മനിൽ ലയിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ബ്രഹ്മനിൽ അലിഞ്ഞു ചേരാൻ സാധിക്കുന്നതിനെയാണ് ജ്ഞാനികളുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ദൈവവിശ്വാസം. അപ്പോൾ കർമ്മികളെക്കാൾ ശ്രേഷ്ഠരാണ് ജ്ഞാനികൾ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. കാരണം അവരെ 33 ദേവീ ദേവന്മാരെക്കാളും അധിപനായിട്ട് ഈ സർവം വ്യാപിയായിരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കുന്നു. അതാണ് അവരുടെ ശ്രേഷ്ഠത. അത് കഴിഞ്ഞ് അവസാനം 3%, വേദങ്ങളുടെ മൊത്തം 90%-ൽ ബാക്കി 7%, പിന്നെ വരുന്ന 3%-ൽ ഉപാസന കാണ്ഡയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ ഉപാസന കാണ്ഡയിലാണ് അഷ്ടാംഗ യോഗ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് അണിമ ലഘുമ എന്നുള്ള സിദ്ധികൾ നേടാൻ പറ്റുന്ന യമ നിയമ പ്രത്യാഹാര ധാരണ അങ്ങനെ പോകുന്ന ആ 8